ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേടിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ ലാസർ രോഗബാധിതനാകുന്നു, പിന്നീട് മരിക്കുന്നു. സഹോദരിമാരെ ഈശോ അറിയിക്കുന്നുണ്ട്. ഈശോ ആ നിമിഷത്തിലൊന്നും കടന്നു വരുന്നില്ല. ഈശോ വന്നപ്പോഴേക്കും ലാസർ മരിച്ചിട്ട് 4 ദിവസമായി. മർത്ത വന്ന് പരാതി പറയുന്നുണ്ട്. സഹോദരിമാർ രണ്ടുപേരും പരാതി പറയുന്നുണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈശോ കല്ലറയിലെത്തി നെടുവേർപ്പെട്ടതിന് ശേഷം കല്ലുരുട്ടി മാറ്റാനായിട്ട് പറയുക. അപ്പോൾ മർത്ത തടഞ്ഞുകൊണ്ട് പറയുക, ഇത് 4-ാം ദിവസം ദുർഗന്ധം ഉണ്ടാകും. സയൻസ് പറയുന്നത് അങ്ങനെയാണ്, 4 ദിവസം ദുർഗന്ധത്തെ ഉണ്ടാകത്തുള്ളൂ. മരിച്ച വ്യക്തി തീർന്നു, അഴുകാൻ തുടങ്ങി. അപ്പം ഈശോ അവളോട് പറയുന്നൊരു വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനം. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നീ ഇപ്പോൾ ദർശിക്കുന്നത്, നീ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്, അല്ലെ ഇപ്പം നീ ഇപ്പോൾ ചിന്തിക്കുന്നത് കല്ലറയ്ക്കുള്ളിലെ ദുർഗന്ധത്തെക്കുറിച്ച്. പക്ഷെ നീ വിശ്വസിക്കുകയാണെങ്കിൽ ദുർഗന്ധമല്ല, ദൈവത്തിൻ്റെ മഹത്വമാണ് നീ കണ്ടെത്തുക. പിന്നീട് നമുക്കറിയാം ലാസർ പുറത്തോട്ട് വരുന്നത്. നിന്റെ ജീവിതത്തിലെ ചീഞ്ഞളിഞ്ഞ മേഖലകളിൽ, തകർന്നടിഞ്ഞ മേഖലകളിൽ, നീ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന മേഖലകളിൽ ഒരിക്കലും നീ കൺക്ലൂഡ് ചെയ്തേക്കൽ എല്ലാം തീർന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. അതാ ഈ ഈശോ മർത്തായോട് പറഞ്ഞത്. നിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട്, സങ്കടങ്ങളിലേക്ക്, ദുരിതങ്ങളിലേക്ക്, രോഗപീഠകളിലേക്കൊക്കെ നോക്കിക്കൊണ്ട് ഈ വചനം നിനക്കൊന്ന് ആവർത്തിക്കുക. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ദൈവമഹത്വം ദർശിക്കുവാനായിട്ട് ഇടവരട്ടെ. വിശ്വാസത്തോട് എന്ന് പറയാവോ? തീർച്ചയായിട്ടും നീ ദൈവത്തിൻ്റെ മഹത്വം ജീവിതത്തിൽ ദർശിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കും. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്റെ മഹത്വം ദർശിക്കുവാനുള്ള കൃപ ഈ വ്യക്തിക്ക് നൽകണം. ഈ ദിവസത്തിന് വേണ്ടത് എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാ